സൃഷ്ടികളിൽ നിന്ന് ഉന്നതർ ഔലിയാക്കളാണ്, ഔലിയാക്കളിൽ നിന്ന് ഉന്നതർ പ്രവാചകന്മാരാണ്, അവരിൽ നിന്ന് അത്യുന്നതരാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളോടുള്ള വലിയ ബന്ധമാണ് ശൈഖ് ജീലാനി തങ്ങളെ അതുല്യമായ ഒരു ലോകത്തേക്ക് എത്തിക്കുന്നത്. കണ്ടില്ലേ, ലികുല്ലി വലില്ലഹു ഖദമുൻ വഇന്നീ അലാ ഖദമിൻ നബി ബദിരിൽ കമാലി. എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എൻ്റെ സീബാവ കാൽവാശി എന്നോവർ. ഖദം എന്ന് പറയുന്ന വലിയ ആശയമുള്ള പ്രയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസ്റവി अच्छी लगी ना पैरवी अच्छी लगी, हम फकीरों को मदीने की गली अच्छी लगी. ഹബീബായ തങ്ങളോടുള്ള ബന്ധമാണ്, പ്രത്യേകമായി അവിടുത്തെ പരിപാലനമാണ്. ശൈഖ് ജീലാനി തങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ, ഖലായിദുൽ ജവാഹിറിൽ കാണുന്നില്ലേ, وقال أستاذنا الشيخ عبد القادر الجيلاني رضي الله عنه رأيت رسول الله صلى الله عليه وسلم قبل الظهر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ളുഹറിന് മുമ്പ് ഞാൻ ഇങ്ങനെ കാണുകയാണ്, ആത്മീയമായ കാഴ്ചയാണ്. ഫഖാല ലീ യാ ബുനയ്യ, എന്നോട് ചോദിച്ചു, അല്ലയോ കുഞ്ഞുമോനെ, ലിമ ലാ തതകല്ലം, എന്തേ മോനെ പ്രസംഗിക്കാത്തത്, ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാത്തത് എന്താണ്? ഫഖുൽതു യാ അബാ, ഞാൻ പറഞ്ഞു, ഉപ്പാ, അന റജുലുൻ അഅജമിയുൻ, ഞാൻ ഒരു അനറബിയാണ്, പേർഷ്യക്കാരനാണല്ലോ. കൈഫ തകല്ലമു അലാ ഫുസഹാഇ ബഗ്ദാദ്, സാഹിത്യ സാമ്രാട്ടുക്കളായ ബഗ്ദാദുകാരോട് ഞാൻ എങ്ങനെ ഭാഷണം നടത്താനാണ്, ഞാൻ എങ്ങനെ സംഭാഷണം നടത്താനാണ് എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇഫ്തഹ് ഫാക, വായ തുറക്കുമോനെ. ഫഫതഹ്തുഹു, ഞാൻ വായങ്ങ് തുറന്നപ്പോൾ ഫതഫല ഫീഹി സബ്ആ, 7 പ്രാവശ്യം എൻ്റെ വായിലേക്ക് തുപ്പിത്തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ, ജനങ്ങളോട് സംസാരിച്ചോളൂ, സംഭാഷണം നടത്തിക്കോളൂ, ഖുത്ബ നടത്തിക്കോളൂ, പ്രസംഗിച്ചുകൊള്ളൂ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനാ. എന്നോട് പറഞ്ഞു, ജനങ്ങളെ നല്ല രീതിയിൽ, നല്ല തന്ത്രപരമായി, സതുപദേശത്തോടെ, നയപരമായി ജനങ്ങളെ ദഅവത്ത് നടത്താൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ളുഹർ കഴിഞ്ഞിട്ട് സംസാരിക്കാനിരുന്നപ്പോൾ ഒരുപാട് ജനങ്ങൾ ഹാജരായപ്പോൾ എനിക്ക് ചെറിയൊരു പരിഭ്രമം. ഫറഅയ്തു അലിയൻ റളിയല്ലാഹു അൻഹു, അപ്പോൾ ഞാൻ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. എന്നോട് പറഞ്ഞു, വായ തുറക്കാൻ. ഞാൻ തുറന്നു. എൻ്റെ വായിൽ 6 പ്രാവശ്യം തുപ്പിത്തന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങൾ 7 തികയ്ക്കാത്തതെന്ന്? ഖാല അദബൻ മഅ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദബാണ്. അവിടുന്ന് 7 പ്രാവശ്യം ചെയ്തപ്പോ ഞാനും 7 തന്നെയായി, അതിന് പുറമേ ചെയ്യണ്ടെന്ന് കരുതിയതാണ്. അബ്ദുൽ ഖാദറേ,
അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരുപാട് ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്ന, ഒരുപാട് ആളുകൾക്ക് തൗബ ചെയ്യാൻ അവസരം നൽകിയ, ഒരുപാട് ആളുകളെ ആത്മീയ ലോകത്തേക്ക് ക്ഷണിച്ച ശൈഖ് ജീലാനി തങ്ങളെക്കുറിച്ച് സാധുവായ ഞാൻ സംസാരിച്ച 6 മണിക്കൂർ CD IPB പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അവിടുത്തെ ചരിത്രവും കറാമത്തുകളും വിശദമായി ഉദ്ധരണികളോടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനത് ഉദ്ദേശിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചു വന്ന മഹാനാണ്. അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ബന്ധമാണ്. കണ്ടില്ലേ, ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ശൈഖ് ജീലാനി തങ്ങൾ മദീനയിലേക്ക് ചെല്ലുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ചെന്ന് സിയാറത്ത് ചെയ്യാൻ നേരം മഹാനവറുകൾ പറയുന്നു, ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി فهذه نوبة الأشباه قد حضرت فامدد يمينك كي تحظى بها شفتي. ഓ ഹബീബായ തങ്ങളെ, വിദൂരത്തായിരിക്കുമ്പോ എൻ്റെ ആത്മാവിനെ, എൻ്റെ സലാമിനെ ഇവിടത്തേക്ക് ഞാൻ അയക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഹാജരാണ്. എനിക്ക് തങ്ങളുടെ കൈയൊന്ന് ചുംബിക്കാൻ തരണേ നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാനും അവിടുത്തെ ആദരണീയമായ കരം ഖബറിന്റെ മേലേക്ക് വരുന്നു. മഹാനവറുകൾ ചുംബിക്കുന്നു. പിൽക്കാലത്ത് ഇതേ വരികൾ തന്നെ അഹ്മദുൽ കബീർ തങ്ങൾ ചൊല്ലുന്നു. അഹ്മദുൽ കബീർ തങ്ങൾക്കും ഇതേപോലെ അവിടുത്തെ ചുംബനം കൊടുക്കാൻ കരങ്ങൾ നീട്ടിക്കൊടുക്കുന്നു. ഇതാദ്യമുണ്ടായത് ശൈഖ് ജീലാനി തങ്ങൾ കാണുന്നു. അഹ്മദുൽ കബീർ തങ്ങൾ അനുബന്ധമായി ലഭിച്ചതാണെന്നും തറുദുൽ ലഫായി ഫീ മനാഖിബിർ റിഫായിൽ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ വിശദീകരിച്ച് പറയുന്നത് കാണാം. അപ്പോൾ മഹാനായ ഗൗസുൽ ആലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിലനിർത്തിയ വലിയ ബന്ധമാണ്. അവസാനം അഹ്മദുൽ കബീർ തങ്ങൾക്ക് മദീനത്ത് നിന്ന് ഈ അനുഭവമുണ്ടായപ്പോൾ അന്ന് ഹാജരുള്ള മഹാന്മാരിൽ നിന്ന് പരമ്പരയായി അവസാനം വരെ ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു വരെയുള്ള പരമ്പര ഉദ്ധരിച്ചിട്ട് ഈ വിഷയം സമർത്ഥിച്ച് രേഖകളോടെ എഴുതാൻ അഹ്മദുൽ കബീർ തങ്ങളുടെ ഈ അനുഭവത്തിന്റെ പ്രമാണങ്ങൾ നിരത്തിയിട്ട് ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥം തന്നെ എഴുതിയത് കാണാം. വരുന്നു ശൈഖ് ജീലാനി തങ്ങളുടെ എല്ലാമായ ബന്ധം. ലികുല്ലി വലില്ലഹു ഖദമുൻ വ ഇന്നി അലാ ഖദമിൻ നബി ബദിരിൽ കമാലി وما رفع قدما إلا وضعت قدمه في موضعه. അടിക്കടിയായി ചുവട് തെറ്റാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ പാലിക്കുകയും ചിട്ടകളെ അനുസരിക്കുകയും ശരീഅത്തിനെ സംരക്ഷിക്കുകയും അതിനെ ദഅവത്ത് ചെയ്യുകയും എല്ലാം ചെയ്ത മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അല്ലാഹുവിലുള്ള അദമ്യമായ ചിന്തയിലൂടെ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്
അല്ലാഹുവിനെ ഇഷ്ടം വെച്ച് ഹബീബായ തങ്ങളെ സ്നേഹിച്ച് സുന്നത്തുകൾ പരിപാലിച്ചാണ് ആത്മീയ ചക്രവാളത്തിലെ വലിയ നേതാവായതെന്നും എല്ലാ ഔലിയാക്കളും ശാരീരിക താല്പര്യങ്ങളെ മാറ്റിവെച്ചിട്ടാണ് ഹിദായത്തിന്റെ വഴി തെരഞ്ഞെടുത്തതെന്നും എന്നെ ഓർമ്മപ്പെടുത്തി നിങ്ങളോടത് കേൾപ്പിച്ച് നമ്മളെല്ലാം തഖ്വയോടെ ജീവിക്കണമെന്ന് അറിയിച്ച് ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ബഹുമാനപ്പെട്ട ഹാത്തമുൽ സമ്മദങ്ങൾ ബഹുമാനപ്പെട്ട ശഖീഖുൽ ബൽഖി എന്നവരോട് പറഞ്ഞത് ഏറ്റവും മാന്യതയുള്ളവർ തഖ്വയുള്ളവരാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ അള്ളാന്റെ അടുക്കൽ മാന്യതയുള്ളവനാകാൻ പരമാവധി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ചിന്തിച്ച് സ്വാലിഹീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നാട്ടുകാരെ, ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ നാട് നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. അതുപോലെ അൽഹംദുലില്ലാഹ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അതേ നാമമുള്ള ഈ കാലഘട്ടത്തിലെ വലിയ ഒരു പണ്ഡിത സാരഥി ഈ നാട്ടിൽ നിങ്ങൾക്കുണ്ട് എന്നത് വലിയ കാവലാണ്, വലിയ മഹത്വമാണ്. അല്ലാഹു തആല മഹാനരായ ഉസ്താദ് അവർക്ക് അവിടുത്തെ ശിഷ്യഗണങ്ങളും സഹപ്രവർത്തകരുമായ ആലിമീങ്ങൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഒരു കാലഘട്ടത്തിൽ ഒരു ആലിമ് ചെയ്യേണ്ട പണി, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഏറ്റവും വലിയ പണി എന്താണ്? ശരീഅത്തിനെതിരെ ഉള്ള തരീഖത്തിനെ ഗണ്ണിക്കലാണ്. മഹാനവറുകളുടെ ഏറ്റവും വലിയ പണി അതായിരുന്നു. മുഴുവൻ കള്ള തരീഖത്തുകാരുടെയും ആശയ വൈകല്യങ്ങളെ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ട് ശരീഅത്തില്ലാത്ത ഒരു തരീഖത്തും ഇവിടെ ശരിയല്ലെന്ന് പറഞ്ഞ് അക്കാലത്തു തന്നെ വ്യാജ തരീഖത്തുകളെ മുഴുവനും വെട്ടിയോടിച്ച മഹാനാണ്. അൽഹംദുലില്ലാഹ് ഇക്കാലത്ത് വലിയ ദൗത്യം ചെയ്യുന്ന മഹാനായ പണ്ഡിതനാണ് നമ്മുടെ കൂടെയുള്ളത്. അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അത് വലിയ കെണിഞ്ഞ പണിയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ ഇമാം ഗസാലി തങ്ങൾക്ക് ശേഷം മദ്റസത്തുൻ നിളാമിയയിലെ മുദർരിസാണ്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ ആധികാരികതയുള്ള പണ്ഡിതനാണ്. എല്ലാ വ്യാജന്മാരുടെയും വ്യാജത്തരം കാലേ കൂട്ടി വെട്ടിത്തുറന്ന് പറഞ്ഞ മഹാനാണ്. അതിന്റെ പേരിൽ ഒരുപാട് വിമർശനം നേരിട്ട മഹാനാണ്. ഒരു വിമർശനവും ഇതിൽ പ്രശ്നമല്ല, ഹക്ക് ഹക്കായി പറയലാണ് എന്ന നിലക്ക് രംഗത്തിറങ്ങിയ നേതാവാണ്. ആ ശൈഖ് ജീലാനി തങ്ങൾ കാണിച്ചു തന്ന ശരിയായ ശരീഅത്തിൻ്റെയും അതിൻ്റെ ഫലമാകുന്ന തരീഖത്തിൻ്റെയും അതിൻ്റെ നിധിയാകുന്ന ഹഖീഖത്തിൻ്റെയും ശരിയായ മാർഗങ്ങളെ അറിയാനും ആ മഹാന്മാര് ജീവിച്ച വഴിയിലൂടെ ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ പ്രതിനിധികളായി നമുക്ക് നൽകിയ മഹാന്മാരായ ആലിമീങ്ങൾ റഈസുൽ ഉലമാ ഉസ്താദ് അവറുകളും സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകളും കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവറുകളും അതുപോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മഹാന്മാരായ ആലിമീങ്ങൾ അവരുടെ ഊണും ഉറക്കമില്ലാത്ത അധ്വാനം ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, ദീനിന്റെ കാവലിന് വേണ്ടിയാണ്. കണ്ടില്ലേ, വലിയ മുതലാളി 500 കമ്പനി ഉണ്ടാക്കിയിട്ട് മരിച്ചാൽ ആ മരിക്കുന്ന അതേ സെക്കൻഡിൽ ആ കമ്പനി മുഴുവനും അയാളുടേതല്ലാതായി മാറി. അതേ സമയത്ത് 1000 ആലിമീങ്ങളെ സമ്മാനിച്ചു പോകുന്ന മഹാന്മാർ അവരെന്നത്തേക്കും വലിയ ലാഭമുണ്ടാക്കിയ കച്ചവടക്കാരാണ്. അതാ അവർക്ക് അണമുറിയാതെ ആ ലാഭം ഖബറിലേക്ക് കിട്ടുകയാണ്.
500 സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി മരിച്ചാൽ ആ സെക്കൻഡ് മുതൽ അതിൽ നിന്നുള്ള ലാഭം അയാൾക്ക് നഷ്ടമായി പോയി, അയാൾക്ക് കിട്ടാതായി മുറിഞ്ഞുപോയി. അതേ സമയത്ത് 1000 ആലിമീങ്ങളെ വാർത്തെടുത്തിട്ട് വഫാത്തായ പണ്ഡിതൻ ആ മരണപ്പെട്ടു കഴിഞ്ഞാലും ഈ 1000 ആലിമീങ്ങളുടെയും അറിവിന്റെയും അതിൽ നിന്ന് പകർന്നെടുക്കുന്നവരുടെ അറിവിന്റെയും അവർ ചെയ്യുന്ന അമലിന്റെയും അവർ സമർപ്പിക്കുന്ന ദീനീ സേവനങ്ങളുടെ ലാഭം അവരുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു ബ്രാഞ്ചും കൊള്ളയടിക്കപ്പെടില്ല, ഒരു ശാഖയ്ക്കും ക്രൈസിസ് വരില്ല. പെട്രോളിന്റെ വില കുറഞ്ഞാലും അവരുടെ ലാഭം വന്നുകൊണ്ടേയിരിക്കും. ഒരു രാജ്യം സാമ്പത്തിക നഷ്ടത്തിലായാലും ഈ ഖബറിൽ കിടക്കുന്ന ആലിമീങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇന്ന് നിങ്ങൾ ഇശാ നിസ്കരിച്ചില്ലേ, ഇതിന്റെ ഒരു പ്രതിഫലം ഇമാമുന ശാഫഈ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നിസ്കാരത്തിന്റെ ഒരു വിഹിതം ഇമാമുന ശാഫഈ തങ്ങളിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് നിസ്കാരമെന്ന് പഠിപ്പിച്ചു തന്ന നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്. ലോകത്തുള്ള എല്ലാവരുടെയും നന്മയുടെ ഒരു പ്രതിഫലം ഹബീബായ തങ്ങളിലേക്ക് എത്തുകയാണ്. കാരണം മിഫ്താഹു ബാബി റഹ്മത്തില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നന്മയും നമുക്ക് നൽകിയ നേതാവാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വലിയ മഹബ്ബത്ത് ഖൽബിൽ നിറച്ചു തന്ന് അവസാനം അതാ അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ജനങ്ങളെ, ഒരു നേരത്തെ നിസ്കാരവും ഖളാ ആക്കല്ലേ, സിനിമ കണ്ട് സമയം കൊല്ലല്ലേ, സോഷ്യൽ മീഡിയയിലാണെങ്കിലും വൃത്തികേട് ചെയ്യല്ലേ, കളവ് എഴുതല്ലേ, പറയല്ലേ, ഷെയർ ചെയ്യല്ലേ, ലൈക്ക് ചെയ്യല്ലേ. കാരണം കളവ് നരകത്തിലേക്കുള്ളതാണ്, ശരി സ്വർഗത്തിലേക്കുള്ളതാണ്. പറയേണ്ടത് മാത്രം പറയണം, മാന്യതയില്ലാത്തതിൽ ഇടപെടരുത്, വൃത്തികെട്ട പ്രേമങ്ങളുടെ ലോകത്ത് പോകരുത്. എൻ്റെ ഈമാനുള്ള ഉമ്മപെങ്ങന്മാരെ, നിങ്ങളോട് ദേഷ്യമില്ല, നിങ്ങളോട് ഈമാനിന്റെ ഭാഷയിൽ സ്വർഗം കിട്ടണമെന്ന ആഗ്രഹമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വൃത്തികെട്ട കാഴ്ചകളിൽ നിന്ന് വിട്ടുനിന്ന് മാന്യമായ വസ്ത്രം ധരിച്ച് തഖ്വയോടെ ജീവിച്ച് തെരുവിൽ കറങ്ങി ഇസ്ലാമിന്റെ നിയമം ലംഘിക്കാതെ ടൂ വീലറിൽ കറങ്ങി മുഅ്മിനത്തിന്റെ മാന്യത കളയാതെ തെരുവിൽ ഉലാത്തിയിട്ട് സ്വലാഹിയത്തിന്റെ ചിഹ്നം പണയം വെക്കാതെ തഖ്വയോടെ ജീവിക്കണേ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ النفس عن الهوى فإن الجنة هي المأوى. ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിലെ ഒരു സൂക്തത്തിന്റെ ആശയത്തിലേക്ക് ചിന്തിച്ചു. ആ സൂക്തം എന്താണ്? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, നാളെ അല്ലാഹുവിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരുമെന്ന് ചിന്തിച്ച് ഭയപ്പെടുന്ന ആളുകൾ. വനഹൻ നഫ്സ അനിൽ ഹവാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ശരീരങ്ങളെ ഇച്ഛയിൽ നിന്ന് തടഞ്ഞു നിയന്ത്രിക്കുന്ന ആളുകൾ. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗമാണ് അവരുടെ വീട്, സ്വർഗമാണ് അവരുടെ വീട് എന്ന് ഞാൻ അങ്ങ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തെ പരിശീലിപ്പിക്കുകയാണ്. ഫീ ദഫ്ഇൽ ഹവാ, ഇച്ഛകളെ തൊട്ട് തടയാൻ, ദേഹേച്ഛകളെ തൊട്ട് തടയാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ പരിശീലിപ്പിക്കുകയാണ്. ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരത്തെ പരിശീലിപ്പിച്ചു. അല്ലാഹുവിന്റെ മാർഗത്തിൽ എൻ്റെ ശരീരത്തെ ചിന്തിപ്പിക്കുകയും ഇച്ഛകളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചു. അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ എൻ്റെ മനസ്സിന് സംതൃപ്തി വരാൻ ഞാൻ ഏറെ പരിശ്രമം നടത്തുകയാണ്.
പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ ചെറിയ ഒരു സൂക്തമാണെങ്കിലും അതിന്റെ ആശയം വലുതാണ്. കാരണം എന്താണ്? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമെന്ന ആലോചനയോടെ നിങ്ങൾ അരുതായ്മകളിൽ നിന്ന് വിട്ടുനിന്നാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, നിങ്ങൾക്കുള്ള വീട് സ്വർഗമാണ്. ഈ ലോകത്ത് നടക്കുന്ന അരുതായ്മകളുടെ ഭൂരിപക്ഷവും അടിസ്ഥാനം എന്താണ്? ദേഹീയമായ താല്പര്യങ്ങളോടുള്ള അടുപ്പമാണ്, അനുസരണമാണ്. അങ്ങനെ ദേഹീയമായ വികാരങ്ങളെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അബദ്ധസഞ്ചാരമായി പോകുമേ. അതുകൊണ്ട് നിങ്ങൾ നിയന്ത്രിക്കണേ. ഇന്ന് നമ്മുടെ പുതിയ തലമുറ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാൻ ഓടുകയാണ്, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ ഓടുകയാണ്, ദേഹേച്ഛകളുടെ അടിമകളായി മാറുകയാണ്. നിയമങ്ങളെ അവരറിയുന്നില്ല, ചിട്ടകളെ അവരെ പഠിക്കുന്നില്ല, മാർഗങ്ങളെ അവര് മനസ്സിലാക്കുന്നില്ല. അവർക്ക് വേണ്ടതൊന്നേ ഒന്ന് മാത്രമാണ്, അവനവന്റെ തടീച്ചയ്ക്കനുസരിച്ച് ജീവിക്കുകയാണ്. അതിനെ തടഞ്ഞു വെച്ചാലല്ലാതെ വേറെ ഒരു മാർഗമില്ല. എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, കലാലയത്തിന് നാലുപാടുകളിൽ അരുതായ്മയുടെയും തോന്നിവാസങ്ങളുടെയും ആഭാസങ്ങളുടെയും അനാചാരങ്ങളുടെയും സംഘനൃത്തം നടക്കുമ്പോ നീ അല്ലാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുമെന്ന ചിന്തയോടെ ഒന്ന് മാറി നിന്നാൽ നിനക്ക് വേണ്ടി അല്ലാഹു തആല വെച്ചിട്ടുള്ളത് പരിശുദ്ധമായ സ്വർഗമാണ്, പവിത്രമായ പറുദീസയാണ്. അതേ സമയത്ത് നീ നിന്റെ ഇച്ഛകൾക്കനുസരിച്ചാൽ നിന്നോട് വരാനുള്ളതെന്താണ്? അത് നരകജ്വാലയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. വേണമെങ്കിൽ നിനക്ക് അല്ലാഹുവിനെ നന്ദി ചെയ്ത് അനുസരിക്കുന്നവനായി ജീവിക്കാം, അല്ലെങ്കിൽ നിനക്ക് സത്യനിഷേധിയായി നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് പോകാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറാ. അല്ലാഹുവിനെ അനുസരിച്ച് വേണമെങ്കിൽ നിനക്ക് സ്വർഗത്തിന്റെ വഴിയിലേക്ക് വരാം, നിനക്കല്ലെങ്കിൽ നിഷേധിയായി നിന്റെ ഇഷ്ടത്തിന് പോകാം. അങ്ങനെ നീ സത്യനിഷേധിയായാൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് വിലങ്ങുകളാണ്, ചങ്ങലകളാണ്, കത്തിജ്വലിക്കുന്ന നരകമാണ്. അതുകൊണ്ട് നീ വരണേ ഇലാ ത്വാഅത്തില്ലാഹ്. കണ്ടില്ലേ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു യുവാവുണ്ടായിരുന്നു. ആ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന നല്ല മാതൃകായോഗ്യനായ ഒരു യുവാവാണ്. കൃത്യമായി പള്ളിയിൽ വരുന്ന ആളാണ്, പ്രായമേറിയ പിതാവിന് സേവനം ചെയ്യുന്ന ആളാണ്. വകാന ഉമറു ബിഹി മുഅ്ജിബാ. ഉമർ റളിയല്ലാഹു അൻഹു അഭിമാനം പറയാറുണ്ടായിരുന്നു, എന്റെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു യുവാവ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായിരുന്നു. രാത്രിയായാൽ ഉപ്പാക്ക് സേവനം ചെയ്യുന്ന മകനാണ്, കൃത്യമായി പള്ളിയിൽ വരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ ഒരു സ്ത്രീ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. എല്ലായ്പ്പോഴും വിളിക്കുമെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല, ആ വഴിക്ക് ചിന്തിക്കാറില്ല. അങ്ങനെ കൃത്യമായി ചിട്ടയോടെ മാറി നിന്ന ആളാണ്. ഒരു നാൾ ആ പെണ്ണങ്ങ് വല്ലാതെ വിളിച്ചപ്പോൾ
ഫലമ്മാ അതൽ ബാബ ദഖലത് വദഹബ യദ്ഖുലൂ. പെണ്ണ് വീടിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോ ഇദ്ദേഹം കൂടെ അങ്ങ് കടക്കുകയാണ്. കൃത്യമായ ഈമാനിക ചിട്ടയിൽ ജീവിക്കുന്നയാളാണ്, ശരീരത്തെ നിയന്ത്രിച്ച് ജീവിക്കുന്ന ആളാണ്, അല്ലാഹുവിൽ ചിന്തയുള്ള യുവാവാണ്. ഇങ്ങനെയുള്ള ഈ നല്ല മനുഷ്യനങ്ങ് കടന്നു പോയപ്പോ ഒരുപാട് നാളുകൾ ആവർത്തിച്ച് വിളിച്ച ഒരു പെണ്ണ്, അബദ്ധസഞ്ചാരിയായ പെണ്ണ് മാടി വിളിച്ചപ്പോ അറിയാതെ അങ്ങ് കടന്നു ചെന്നു. അപ്പോഴാണ് മനസ്സിലേക്ക് പവിത്രമായ ഖുർആനിന്റെ വിശുദ്ധമായ സൂക്തി വരുന്നത്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. സൂറത്തുൽ അറാഫിലെ 201-ാമത്തെ ആയത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ അനുഗ്രഹങ്ങളുടെയും അല്ലാഹുവിനെ ഭയക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് നൽകുന്ന നല്ല ചിന്തകളെയും എല്ലാം ഉണർത്തുന്ന വിശുദ്ധമായ സൂക്തമങ്ങ് മനസ്സിലേക്ക് വന്നപ്പോൾ ഫഖറൽ ഫതാ മഗ്ശിയൻ അലൈഹി. യുവാവ് ബോധരഹിതനായി വീഴുകയാണ്. കാരണം എന്തേ? അരുതായ്മയുടെ ആലയത്തിലേക്ക്, നെറുകേടിന്റെ വഴിയിലേക്ക് മാടി വിളിച്ചു വന്നപ്പോ മനസ്സിൽ ഉയർന്നു വരുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അറിയാതെ ഇങ്ങോട്ട് വന്നെങ്കിലും ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുവാവിനൊരു കാവല് നൽകിയപ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ സൂക്തമങ്ങ് മനസ്സിൽ വന്നപ്പോൾ ഫഖറൽ ഫതാ മഗ്ശിയൻ അലൈഹി, ബോധരഹിതനായി വീഴുകയാണ്. അപ്പോഴോ ഈ പെണ്ണ് പരിചാരകയും കൂട്ടിയിട്ട് ഇദ്ദേഹത്തെ വീടിന്റെ കോലായിലേക്ക് നീക്കിവെച്ച് വാപ്പ വിവരമറിയുകയാണ്. ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, മഹാനരായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അഭിമാനം പറഞ്ഞിരുന്ന നല്ല യുവാവ്, അവിടുന്ന് ഇസ്ലാമികമായ ചിട്ടയിൽ ജീവിച്ചിരുന്നയാൾ. പക്ഷേ ഒരു നാൾ അറിയാതെ ഒരു ക്ഷണത്തിന് ഉത്തരം ചെയ്ത് വീട്ടിലേക്ക് വഴിമാറി കയറിയപ്പോഴേക്ക് വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തമങ്ങ് മനസ്സിലേക്ക് വരികയാണ്. ഉടനെ ഈ യുവാവിനെ വീട്ടിൽ കൊണ്ടുപോയി വാപ്പാന്റെ അടുക്കൽ എത്തിച്ചു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞ നേരത്ത് വാപ്പ ചോദിച്ച, മോനെ എന്ത് പറ്റി മോനെ? അസ്അലുക ബില്ലാഹ്, അല്ലാഹുവിനെ സാക്ഷി നിർത്തി ചോദിക്കുകയാണ്, എന്താണ് മോന് സംഭവിച്ചു പോയത്? ഉപ്പാ, അരുതാത്തതൊന്നും എന്നിൽ നിന്ന് വന്നിട്ടില്ല. ഇങ്ങനെ ഈ പെണ്ണ് വിളിച്ച് ആ വീട്ടിലേക്ക് കടക്കാൻ ഒരുങ്ങിയപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്തിന്റെ മനസ്സിലേക്ക് വന്നു. ഞാനങ്ങ് ബോധരഹിതനായി വീണുപോയി. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ബോധം തെളിയുന്നത്. വാപ്പ ബേജാറാകേണ്ടതില്ല. ഉടനെ വാപ്പാന്റെ ചോദ്യമാണ്, മോനെ ഏത് ആയത്തോതിയപ്പോഴാണ്, ചിന്തിച്ചപ്പോഴാണ് നിനക്ക് ബോധരാഹിത്യമുണ്ടായത്, നീയങ്ങ് വീണുപോയത്? ഉടനെ പാരായണമാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഈ ആയത്ത് പിന്നെയും അങ്ങ് പാരായണം ചെയ്യുമ്പോൾ ആ യുവാവങ്ങ് ബോധരഹിതനായി വീണുപോയി. ആളുകൾ നോക്കിയപ്പോൾ
ആ യുവാവ് അനങ്ങുന്നില്ല. ഫഹറക്കൂ, കുലുക്കി വിളിക്കാൻ ഒരുങ്ങിയപ്പോൾ ഫൈദാ ഹുവ മയ്യിത്തുൻ, അയാൾ മരണപ്പെട്ടുപോയി. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. വൈകിയില്ല, ജനാസ കുളിപ്പിച്ച് കഫൻ പൊതിഞ്ഞ് ഖബറടക്കി. രാത്രി തന്നെ രാവിലെ ആയപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അതാ നല്ല ചിട്ടയിൽ പള്ളിയിൽ വന്നിരുന്ന, നല്ല നിഷ്ഠയിൽ പിതാവിനെ പരിചരിച്ചിരുന്ന, നല്ല സ്വഭാവക്കാരനായ ആ യുവാവ് ഇന്നലെ രാത്രി മരണപ്പെട്ടുപോയി, ഖബറടക്കിപ്പോയി. ഉടനെ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്ന് വാപ്പാനെ അനുശോചനമറിയിത്ത് തഅസിയത്ത് ചെയ്തിട്ട് ചോദിച്ചു, അല്ല, നിങ്ങളെന്തേ എനിക്ക് വിവരം തരാതിരുന്നത്? നിങ്ങളെന്തേ എന്നോട് കാര്യം പറയാതിരുന്നത്? എന്തേ നിങ്ങൾ എന്നോട് കാര്യമറിയിക്കാതിരുന്നത്? ഉടനെ അവര് പറഞ്ഞു, അല്ലയോ യാ അമീറൽ മുഅ്മിനീൻ, ഓ മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ, രാവേറെ വൈകിപ്പോയി, അതിനാലാണ് ഞങ്ങൾ പറയാതിരുന്നത്. ഉടനെ മഹാനായ ഖലീഫ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എന്നെ ഒന്ന് എത്തിക്കുമോ? ഖബറിലേക്ക് ചെന്നു. ഖബർ സന്ദർശനത്തിന്റെ വേളയിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ യുവാവിനെ വിളിക്കുകയാണ്, യാ ഫുലാൻ, ഓ മനുഷ്യ, ഓ യുവാവേ, നിന്നോട് ഞാൻ പറയുകയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുമെന്ന് ഒരാൾ ഭയന്നാൽ, നാളെ അള്ളാന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്നതിൽ അള്ളാഹുവിനെ ഒരാൾ ഭയന്നാൽ, അവൻ അല്ലാഹു തആല 2 പറുദീസകൾ നൽകുന്നതാണ്. നല്ല ഉദ്യാനങ്ങൾ, 2 ഉദ്യാനങ്ങൾ നൽകുന്നതാണ് എന്ന സൂക്തമങ്ങ് പാരായണം ചെയ്തപ്പോൾ അതാ ഖബറാളിയായ യുവാവ് തിരിച്ചു പറയുകയാണ്, നഅം യാ ഉമർ, ഓ ഉമറേ, അതെനിക്ക് നൽകിയിട്ടുണ്ട് ഉമറേ, അതെനിക്ക് നൽകിയിട്ടുണ്ട് ഉമറേ എന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ യുവാവ് പറഞ്ഞെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ആത്മാവിലേക്ക് ചില കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. അതെന്താണ്? ശാരീരികമായ ഇച്ഛകൾക്കനുസരിക്കാതെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുമെന്ന ഭയമുണ്ടായി. അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഇച്ഛകളെ നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള വീട് സ്വർഗമാണ്. ഇന്ന് നമ്മളെല്ലാം ഇച്ഛകളുടെ ലോകത്ത്, ഇഷ്ടങ്ങളുടെ ലോകത്ത്, ശാരീരികമായ താല്പര്യങ്ങളുടെ ലോകത്ത് ജീവിക്കുകയാണ്. ഇഷ്ടമുള്ളത് കുടിക്കണം, ഇഷ്ടമുള്ളത് എടുക്കണം, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യണം, സ്വർഗം കിട്ടുകയും വേണമെന്ന്. എന്റെ ഉമ്മമാരെ, നിങ്ങൾ അറിയണം, ശരീരത്തിന്റെ ഭാഗഭംഗങ്ങളെയും ശരീരത്തിന്റെ ശൈലികളെയും അന്യപുരുഷന്മാർക്കറിയുന്ന വസ്ത്രം ധരിക്കണമെന്ന് നിങ്ങളോട് നിങ്ങളുടെ ശരീരം വിളിച്ചു പറയുമ്പോൾ അതിനെ വിലങ്ങിയിട്ട് അല്ലാഹുവിനെ ഭയന്നോ, നിങ്ങൾക്കുള്ള വീട് സ്വർഗമാണ്. ഇന്ന് നമ്മുടെ ആളുകൾക്ക് അത്തരം ആലോചനകളില്ല.
അതാ നമ്മുടെ സമുദായത്തിന്റെ ഉമ്മമാര് പെങ്ങന്മാര് മഞ്ചേരി അങ്ങാടിയിലൂടെ, കൊണ്ടോട്ടി തെരുവിലൂടെ, മലപ്പുറം ടൗണിലൂടെ, കോഴിക്കോട് പട്ടണത്തിലൂടെ അവരതാ ആഭാസമുള്ള വേഷം ധരിച്ച് നടക്കുകയാണ്. അല്ലാഹുവിനെ ഭയക്കാൻ ഇന്ന് ആളുകൾ കുറവാണ്. എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു മുസ്ലിയാരുടെ സ്റ്റേറ്റ്മെന്റ് പോലെയല്ല, ഒരു രാഷ്ട്രീയക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് പോലെയല്ല, കേവലം ഒരു പണ്ഡിതന്റെ അഭിപ്രായമല്ല. അത് മുഴുവനും പുലരാനുള്ളതാണ്, വരാനുള്ള യാഥാർത്ഥ്യമാണ്. അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉടുത്തിട്ടുണ്ട് പക്ഷേ ഉടുക്കാത്ത പോലെയാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ സ്വർഗത്തിൽ കടക്കൂല. നമ്മൾ വിചാരിക്കും പണ്ട് മുതലേ എല്ലാ മുസ്ലിയാമാരും വഴുതു പറയുന്നുണ്ട്, അതുണ്ടെങ്കിലായി ഇല്ലെങ്കിലായി, അത് നടന്നാലായി ഇല്ലെങ്കിലായി. അത് ഉറപ്പിക്കുന്ന മനസ്സുകൾ ഇവിടെ ഇല്ല. ഏതെല്ലാമോ ലോകത്ത് ജീവിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, ഉമ്മമാരോട് ഞാൻ എൻ്റെ വിനയത്തിന്റെ ഭാഷയിൽ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമായും വരാനുള്ളതാണ്. അന്നമാ ഖാല വഖിഉ, പറഞ്ഞത് പുലരാനുള്ളതാണ്. അതാ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ തലേന്ന് പറഞ്ഞു, ഇദാ ഇന്ന തലത്ത് ഹാദാ മസ്റഉ ഫുലാൻ വ മസ്റഉ ഫുലാൻ. നബിതങ്ങൾ പറഞ്ഞു, നാളെ ഇവിടെയാണ് ഇന്നാലിന്നാള് വീഴുന്നത്. അബൂജഹൽ നാളെ മരിച്ചിവിടെ കിടക്കും, ഉത്ബത്ത് ഇവിടെ കിടക്കും എന്നിങ്ങനെ ഓരോരുത്തരും വീഴുന്ന സ്ഥലങ്ങൾ നബിതങ്ങൾ പറഞ്ഞു. അപ്പടി തന്നെ പിറ്റേന്ന് രാവിലെ, പിറ്റേ ദിവസമായപ്പോൾ സ്വഹാബത്ത് പോയി നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരൽ കൊണ്ട് ചൂണ്ടിയേടത്ത് നിന്ന് കടുകിട മാറിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ തങ്ങളുടെ അതേ ദിനങ്ങളിൽ തന്നെ പുലർന്നു. ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിൽക്കാലത്താണ് തെളിയുന്നത്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ അതാ പിന്നാലെ നബിതങ്ങളെ കടന്നു പിടിക്കാൻ വന്ന സുറാഖത്ത് ബിൻ മാലിക് ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ വാഹനം ഭൂമിയിലേക്ക് ആണ്ട് അവസാനം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ചോദ്യമുണ്ട്, യാ സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. ഓ സുറാഖ, കിസ്റ രാജാവിന്റെ 2 വളകൾ നിങ്ങളുടെ കയ്യിലണിഞ്ഞാൽ എങ്ങനെയുണ്ടാകും സുറാഖ? സുറാഖത്ത് ബിൻ മാലിക് അത് മനസ്സിൽ ഓർമ്മ വെക്കുകയാണ്. പിന്നീട് സുരക്ഷയ്ക്കുള്ള കരാർ വാങ്ങുകയാണ്. അദ്ദേഹം അന്ന് ഇസ്ലാമിലേക്ക് വന്നില്ല. മക്കാ വിജയത്തിന്റെ അന്ന് ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്തോട് വഫാത്തായി. സുറാഖത്ത് ബിൻ മാലിക് എന്നവരുടെ മനസ്സിൽ ഈ ഓർമ്മയുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഖലീഫയായി, മഹാനവറുകളെ വഫാത്തായി. പിന്നീട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. കിസ്റായുടെ കോട്ടകൊത്തളങ്ങളിലെ ഖജനാവുകൾ മുഴുവനും കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോൾ കിസ്റ രാജാവിന്റെ 2 വളകളാണ്. അതാ അത് ഉയർത്തിപ്പിടിച്ചിട്ട് വിളിക്കുന്നു, സുറാഖ എവിടെ? സുറാഖത്ത് ബിൻ മാലിക് എവിടെ? അറിയുമോ, സുറാഖ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് കയ്യിലിട്ട് കൊടുത്തപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, കൈയൊന്ന് ഉയർത്തിപ്പിടിക്ക് സുറാഖ. അൽഹംദുലില്ലാഹില്ലദീ സലബഹാ മിൻ കിസ്റാ
വഅൽബസഹാ ലിഅറാബിയ്യിൻ മിൻ ബനി ഹദ്ലജ്. അതാ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ബനൂ ഹദ്ലജിലെ അറാബിയുടെ കയ്യിലേക്ക് രാജവളകളെ അണിയിച്ച അല്ലാഹ് നിനക്കാണ് സ്തുതി എന്ന് പറഞ്ഞ് തക്ബീർ മുഴക്കിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇതാ അന്ന് പുലർന്ന സംഭവങ്ങളുണ്ട്, നബി തങ്ങളുടെ കാലത്ത് പുലർന്നതുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്ത് പുലർന്നതുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് പുലർന്നതുണ്ട്, പിന്നീട് പുലർന്നതുണ്ട്, ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തിനാണ് ഇതെല്ലാം അല്ലാഹു തആല നമ്മുടെ മുമ്പിലേക്ക് നൽകിയത്? മറ്റൊന്നിനുമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഉണ്ടാകുമെന്ന്. നാളെ വരാനുള്ള ലോകത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പുലരുമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഈമാൻ വർദ്ധിക്കാനാണ് ഈ നുബുവാത്തുകൾ മുഴുവനും മുമ്പിൽ വെച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 8 ദിവസം തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങൾ ഏകദേശം 16 മണിക്കൂർ CD ഉണ്ട്, നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കണമെന്ന് വിനയത്തോടെ അറിയിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലകളിൽ പുലർന്നു, ഇന്ന് പുലരുന്നു, നാളെ പുലരാൻ കാത്തിരിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, ടൈറ്റ് ഫിറ്റ് ജീൻസ് ധരിച്ച് ബനിയൻ ടൈപ്പ് ചുരിദാറിട്ട് തല തുറന്നിട്ട് തെരുവിൽ ഇറങ്ങി ആർഭാടത്തിൻ്റെയും ആഭാസത്തിൻ്റെയും വേഷം ധരിച്ച് സിനിമാ നടീനടന്മാരുടെ മോഡലുകൾ സ്വീകരിച്ച് നിങ്ങളിങ്ങനെ നടന്നാൽ ലാ യദ്ഖുലുൽ ജന്ന, അത്തരം സ്ത്രീകൾ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞതാരാണ്? പറഞ്ഞത് മുഴുവനും പുലർന്ന നേതാവാണ്. പറഞ്ഞത് മുഴുവനും ഇവിടെ വന്നിട്ടുണ്ട്. അന്നമാ ഖാല വാഖിഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവനും പുലരാനുള്ളതാണ്. പൊയ്വാക്കുകൾ അവിടുന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയിപ്പാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കണേ. ഇഷ്ടമുള്ളത് മുഴുവനും കാണാനുള്ള കണ്ണ് റബ്ബ് നമുക്ക് തന്നിട്ടില്ല. അല്ലാഹ് അനുവദിച്ച കാര്യം കാണാനാണ്. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ അരുതായ്മകളും കണ്ടു തീർക്കുന്ന യുവജനങ്ങളെ, അലം നജഅൽ ലഹു ഐനൈൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ചോദ്യമാണ്. എല്ലാം നിങ്ങൾക്ക് നൽകിയതാരാണ്? രക്ഷിതാവായ റബ്ബല്ലേ നിങ്ങൾക്ക് നൽകിയത്. പരിശുദ്ധമായ ഖുർആനിന്റെ ചില ചോദ്യമുണ്ട്, അതവനെ അറിയാനുള്ള ചോദ്യമാണ്. അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ശ്രവിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യ ജന്മത്തിന്റെ നിമിത്തമായി പടച്ചവൻ വെച്ചതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നമ്മളാണോ നിങ്ങളാണോ അതിന്റെ സംവിധായകൻ? ആരാണ് അതിന്റെ പടച്ചവൻ? ആരാണ് നിങ്ങൾക്കറിയുമോ? ആ രക്ഷിതാവിന്റെ വചനങ്ങളാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ. ഇവിടെയുള്ള കൃഷികളെ മുളപ്പിക്കുന്നവൻ ആരാണ്? ലതാദികളെ മുളപ്പിക്കുന്നവനും ഫലം നൽകുന്നവനും ആരാണ്? നമ്മളാണോ നിങ്ങളാണോ? ഇതിന്റെ അധിപനാരാണ്? ഉടമസ്ഥനാരാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?
പരിശുദ്ധമായ ഖുർആനിന്റെ ചോദ്യമാണ്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ആരാണ് ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നവൻ? ആരാണ്? നിങ്ങൾ പാനം ചെയ്യുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മേഘപാളികളിൽ നിന്ന് വെള്ളം ഇറക്കിയവനാരാണ്? ഇതിന്റെ ഉടമസ്ഥനും അജയ്യനായ അധികാരിയും ആരാണ്? ആ രക്ഷിതാവിന്റെ വചനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്.